ഈ പ്രാവശ്യത്തെ മിക്കവാറും ഐ ലീഗ് മാച്ചൊക്കെ ഞാൻ കാണാറുണ്ട്. എടുത്തു പറയേണ്ടത് ഗോകുലം കേരളയുടെ മാച്ചാണ് ഞാൻ കൂടുതൽ കാണാറുള്ളത്. ആദ്യത്തെ 2 മാച്ച് ഞാൻ കണ്ടു. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ കാണാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഗോകുലം കേരള FC ഉറപ്പായിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരണം. അതായത് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ വിശ്വാസമില്ല. കാരണം അവരുടെ മാനേജ്മെൻറ്റും ചെയ്യുന്ന രീതികളും ഒക്കെ ഭയങ്കര മോശമാണ്. ഗോകുലം കേരള എഫ്സിയുടെ മാനേജ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റാണ്. ഇപ്പോൾ അതിൽ യൂത്ത് ഡെവലപ്മെൻറ്റ് കാര്യം നോക്കിയാലും അതുപോലെ തന്നെ വുമൺസ് ടീമിൻ്റെ കാര്യം നോക്കിയാലും എല്ലാം ടോപ്പ് പെർഫോമൻസ്. വുമൺസ് ലീഗ് കിരീടം നേടുന്നു. പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്ന രീതി വളരെ മികച്ച പ്ലേയേഴ്സിനെയാണ് അവർ സ്കൗട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. സോ ആ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഗോകുലം കേരള FC ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ അതിൻ്റെ ബേസിസിൽ ഞാൻ മിക്കവാറുമുള്ള മാച്ചസ് എല്ലാം കാണുന്നുണ്ട്. ആദ്യത്തെ 2 മാച്ചും കണ്ടു. അത് 2 മാച്ചിലും ഗോകുലം കേരള FC മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യത്തെ മാച്ച് നമുക്കൊരു വിജയം നേടിയെടുക്കാൻ സാധിച്ചു. രണ്ടാമത്തെ മാച്ച് എന്ന് പറയുന്നത് അതൊരു സമനിലയായിപ്പോയി. ബട്ട് ആ ഒരു 1 പോയിൻറ്റ് വളരെയധികം വാല്യുബിളാണ്. കാരണം എന്ന് വെച്ചാൽ റിയൽ കാശ്മീരി, അത് കാശ്മീരിൽ പോയി റിയൽ കാശ്മീരിനെ ആ ഒരു പിച്ചിൽ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് എല്ലാ ടീമിനും എന്താ പറയുക, കുറച്ച് പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. സോ ആ ഒരു 1 പോയിൻ്റ് എന്ന് പറയുന്നത് വാല്യുബിളാണ്. എന്തായാലും ആദ്യം ഗോൾ അടിച്ചത് അഭിനവ് ബോബയാണ്. അഭിനവ് ബോബ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുൻ ഗോകുലം കേരള FC താരമാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡറാണ് ഗോകുലം കേരളയിൽ കളിച്ചിട്ടുള്ളത് വെച്ച്. അദ്ദേഹം ഇപ്പോൾ റിയൽ കാശ്മീരിലാണ്. എന്നാലും അദ്ദേഹമാണ് രണ്ടാമത്തെ മിനിറ്റിൽ അവർക്ക് വേണ്ടി ആദ്യത്തെ ഗോൾ നേടുന്നത്. എന്തായാലും അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് ഗോൾ അടിച്ചുകൊണ്ട് തന്നെ ഗോകുലം കേരള FC കുറേ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. പ്രത്യേകിച്ചും നമ്മുടെ അബലേഡോ എന്ന് പറയുന്ന പ്ലെയർ വളരെ ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. നല്ലൊരു സ്കൗട്ടിങ് തന്നെ പറയുന്നത് അബലേഡോ. മാർട്ടിൻ ചാവസ്, അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ചു, നോർത്ത് ഈസ്റ്റ് വേണ്ടി ഇപ്പോൾ ഗോകുലം കേരളയ്ക്ക് വേണ്ടി കളിക്കുന്നു. അദ്ദേഹം വളരെ ക്വാളിറ്റിയുള്ള പ്ലെയർ. പിന്നെ സെർജിയോ ലാമസ് നമ്മുടെ ക്യാപ്റ്റനാണ്. അദ്ദേഹം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഫോർവേഡിലാണ്. ആഡം നിയാനെ എന്ന് പറയുന്ന ഒരു തരം. അദ്ദേഹം ക്വാളിറ്റിയുള്ളൊരു പ്ലെയറാണ്. ലീഗ് 2 ഒക്കെ കളിച്ചിട്ട് വരുന്നൊരു പ്ലെയറാണ്. ബട്ട് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്യൂട്ടി അദ്ദേഹം കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയണം. ഒരുപക്ഷെ പ്രീ സീസണൊക്കെ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തിന് 1-2 മാച്ചസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ സെറ്റ് ആവത്തുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നേരത്തെ നമ്മൾ 2 സെൻട്രൽ ഫോർവേഡ്സിനെ എടുത്തായിരുന്നു, ആഫ്രിക്കൻ താരങ്ങൾ. 2 ആഫ്രിക്ക, ഒരു ഫ്രാൻസും എനിക്ക് തോന്നുന്നു ഒന്ന് ഉഗാണ്ടൻ താരമാണെന്ന് തോന്നുന്നു. അവർ 2 പേരെയും ഇടയ്ക്ക് വെച്ച് കളഞ്ഞു. അതിന് പകരം കൊണ്ടുവന്നതാണ് ആഡം നിയാനെ. ബട്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത് അത്ര എന്താ പറയുക, നമ്മളെ ഹാപ്പിയാക്കുന്നൊരു പ്രകടനമല്ല എന്ന് തന്നെ പറയണം. എനിക്ക് തോന്നുന്നു 2 സ്പോട്ട് കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഫോറിൻ താരത്തെ റിക്രൂട്ട് ചെയ്യാൻ. സോ അവിടെ നല്ലൊരു സെൻട്രൽ ബാക്കിനെയും അതുപോലെ തന്നെ ഒരു നല്ല സെൻട്രൽ ഫോർവേഡിനെയും കൂടെ കൊണ്ടുവന്നാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതുവരെ അങ്ങനത്തെ മൂവ്സിൻ്റെ കാര്യമൊന്നും നമ്മൾ കേട്ടില്ല. ഉറപ്പായിട്ടും ഒരു സെൻട്രൽ ഫോർവേഡിൻ്റെ ആവശ്യമുണ്ട്. ഇദ്ദേഹം ഫോമിലേക്ക് എത്തിയില്ലെങ്കിൽ അത് നമുക്ക് വലിയ പ്രശ്നം തന്നെയാവും മുന്നോട്ട് പോകുന്ന മാച്ചിൽ. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഗോകുലം കേരള FC മുന്നോട്ട് പോകുന്നത് മാർട്ടിൻ ചാവസിൻ്റെയും അതുപോലെ അബലേഡോയുടെയും സെർജിയോ ലാമസിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് കൊണ്ടാണ്. പിന്നെ സുസൈരാജൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് വന്ന് വളരെ മികച്ച പ്രകടനം. എമിൽ ബെന്നി, പിന്നെ നമ്മുടെ ഡിഫൻസ് ഇന്ത്യൻ പ്ലേയേഴ്സാണ്. ബട്ട് അവർ കാഴ്ചവെക്കുന്ന മഷൂറും അതുപോലെ തന്നെ കൃഷ്ണ എന്ന് പറയുന്ന ഒരു പ്ലെയറൊക്കെ കാഴ്ചവെക്കുന്ന പ്രകടനം എന്ന് പറയുന്നത് വളരെയധികം മികച്ച പ്രകടനമാണ്. അദ്ദേഹം അതുൽ എന്ന് പറയുന്ന ഒരു പ്ലെയറാണ് ഇന്ന് ആ ഒരു ഗോൾ നേടിയത് കേരള ബ്ലാസ്റ്റ് അല്ല, ഗോകുലം കേരളയ്ക്ക് വേണ്ടി. എന്തായാലും ഓവറാൾ നോക്കുമ്പോൾ ഇന്നത്തെ പെർഫോമൻസ് വളരെയധികം മികച്ചയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അവലയുടെ ആ ഒരു സെറ്റ് പീസസ് എല്ലാം എടുത്താൽ വളരെ നല്ലതായിരിക്കും. അതായത് കോണേഴ്സൊക്കെ സെർജിയോ ലാമാസാണ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസിയുടെ ഒരു ഇതിലാണെന്ന് തോന്നുന്നു. അവലയുടെ എടുക്കാൻ പോകുന്ന ടൈമിൽ ഞാൻ എടുത്തോളാമെന്ന് സെർജിയോ ലാമാസ് പറയുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അവസരം അബലേഡോയ്ക്ക് ആ ഒരു സെറ്റ് പീസുകൾ എടുക്കാൻ നൽകണം. കാരണം അദ്ദേഹത്തിൻ്റെ ബോളൊക്കെ വളരെ ഡേഞ്ചറസ് ആണ് അബലേഡോയുടെ. എന്തായാലും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മാച്ച് വിജയിക്കായിരുന്നു. അവസാന നിമിഷം വലിയൊരു മികച്ചൊരു ചാൻസ് കിട്ടിയായിരുന്നു. സോ അത് പാഴാക്കുന്നൊരു എന്താ പറയുക ഒരു ഘട്ടത്തിലേക്ക് പോയി. സോ എന്തായാലും വേണമെങ്കിൽ ഒരു 6 പോയിന്റ് നേടിയെടുക്കായിരുന്നു. ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടായിരുന്നു. എങ്കിലും ഒരു നല്ല സമനില. ഞാൻ പറഞ്ഞു, റിയൽ കാശ്മീരി അല്ലെങ്കിൽ കാശ്മീരിൽ പോയി നമുക്ക് ആ ഒരു വിജയം നേടിയെടുക്കുക, അവരുടെ ഹോം ടൗണിൽ ഒരു വിജയം നേടിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. നമുക്ക് മാത്രമല്ല എല്ലാ ടീമിനും. അവർ ആ ഒരു പിച്ചിൽ മിക്കവാറും വിജയിക്കുന്നൊരു ടീമാണ്. അവർക്ക് കഴിഞ്ഞ സീസണിൽ എനിക്കൊന്നും അവിടെ പരാജയമേ ഇല്ലായിരുന്നു തോന്നുന്നു. സോ അങ്ങനത്തെ ഒരു അടുത്ത് പോയി നമുക്കൊരു പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കളി എന്ന് പറയുന്നത് ഐസ്വാൾ FC-യുമായിട്ടാണ്. സോ അവരെന്ന് പറയുന്നത് എനിക്ക് ഫുൾ ഇന്ത്യൻ ടീമുമായിട്ട് ഇറങ്ങുന്നത്. സോ നമുക്കൊരു വിജയം മസ്റ്റ് ഗെയിമാണ്. 3 പോയിൻറ്റ്സ് മസ്റ്റ് ഗെയിമാണത്. അത് സമനിലയോ തോൽവിയോ ഒന്നും ആയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് വിജയിക്കേണ്ട കളി തന്നെയാണ്. ഇനി അടുത്ത വരാൻ പോകുന്നത് രാജസ്ഥാനെതിരായിട്ടൊക്കെ കളിയാണ്. രാജസ്ഥാൻ ഇപ്പോൾ നമുക്ക് ടീം അറിയാം, വളരെ ടഫായിട്ടുള്ളൊരു ടീമാണ്. സോ എന്തായാലും വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഡിസംബർ 3-ാം തീയതിയാണ് അടുത്ത ഗോകുലം കേരള FC-യുടെ മാച്ച്.